നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം നാളെ തെളിയും. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മത്സര ചിത്രം നാളെ തെളിയും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ അപരന്മാരെയും വിമതരെയും പിന്തിരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണികൾ. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ 354 പത്രികകളാണ് വിവിധ കാരണങ്ങളാൽ തള്ളിയത്. പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടി കഴിയുന്നതോടെ ഓരോ മണ്ഡലത്തിലും പോരാട്ടം ആരൊക്കെ തമ്മിലാണെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ഹരിയാനയിലെ സീറ്റ് കോഴ പരാതിയിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ആരോപണം കടുപ്പിച്ച പരാതിക്കാരൻ രംഗത്ത്. നാളെ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ ജീവനൊടുക്കുമെന്ന് പരാതിക്കാരനായ മഹിളാ കോൺഗ്രസ് മുൻ ജനറൽ സെക്രട്ടറിയുടെ ഭർത്താവ് ഗൗരവ് ഭീഷണി മുഴക്കിയത്. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, പ്രിയങ്ക ഗാന്ധി എന്നിവർക്കെതിരെയാണ് ഗൗരവ് കുമാർ പരാതി നൽകിയത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് മുന്നിലെത്തി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമെന്നാണ് ഗൗരവ് കുമാർ പറയുന്നത്. സുധാകരന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തള്ളി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ. UDF അധികാരത്തിൽ വന്നാൽ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണമെന്ന് PJ കുര്യൻ പറഞ്ഞു. രമേശ് ചെന്നിത്തല പറയുന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക എന്നാണ്. എന്നാൽ ഇക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ മുസ്ലിം ലീഗ് നേതാവും കായംകുളം മണ്ഡലം UDF കൺവീനറുമായ ഇർഷാദിനെതിരെ പരാതി. കായംകുളത്ത് നടന്ന UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു ലീഗ് നേതാവിന്റെ പ്രസംഗത്തിനിടെയാണ് സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. MLA ആയിരുന്ന കാലത്ത് ഒരു നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും തന്റെ നാക്ക് ചാരുതയും ശരീരത്തിന് അഴുക്കും വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് പ്രതിഭ എന്നായിരുന്നു പരാമർശം. രൂപയുടെ മൂല്യത്തിൽ റെക്കോർഡ് ഇടിവ്. ബുധനാഴ്ച വ്യാപാരത്തിനൊടുവിൽ അമേരിക്കൻ ഡോളറിനെതിരെ 29 പൈസ ഇടിഞ്ഞ് 94.05 എന്ന എക്കാലത്തെയും താഴ്ന്ന നിലവാരത്തിലാണ് രൂപ എത്തിയത്. ചൊവ്വാഴ്ച 93.76 എന്ന നിലയിലായിരുന്നു രൂപയുടെ മൂല്യം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും ഓഹരി വിപണിയിലെ മുന്നേറ്റവും രൂപയ്ക്ക് കരുത്തു പകരുമെന്ന് കരുതിയിരുന്നെങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുമാറിയത് തിരിച്ചടിയായി. സംസ്ഥാനത്ത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കാനില്ലാത്തതിനാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നുണകൾ പറഞ്ഞ് പരത്തുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വസ്തുതകൾ നിരത്തി എതിർക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. കിഫ്ബിയുടെ വികസന നേട്ടങ്ങളെ കുറിച്ച് രമേശ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കിയല്ലോ. കിഫ്ബിയിലൂടെ കേരളം മുന്നേറുകയാണ് ചെയ്തത്. 5 വർഷം കൊണ്ട് 62,000 കോടിയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി ഏറ്റെടുത്തത്. എല്ലാ മണ്ഡലങ്ങളിലും കിഫ്ബിയുടെ പദ്ധതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉക്രൈൻ മേഖലകൾ ലക്ഷ്യമാക്കി റഷ്യ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കരസേന ആക്രമണത്തിന്റെ തുടക്കമായാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉക്രൈന്റെ മുന്നണി പ്രതിരോധം ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ റഷ്യൻ സൈന്യം ശക്തിപ്പെടുത്തുകയാണ് എന്നാണ് വിലയിരുത്തൽ. അതേസമയം ട്രംപ് അവകാശപ്പെട്ട സമാധാന ചർച്ചകൾ പാളിയതോടെ മേഖലയിലെ അനിശ്ചിതത്വം തുടരുകയാണ്. NDAയുടെ ഭാഗമായി 2020 പാർട്ടി മത്സരിക്കാൻ വിളിച്ചെങ്കിലും പോയില്ലെന്ന് നടി കൃഷ്ണപ്രഭ. LDF വരണമെന്നാണ് എന്റെ ആഗ്രഹം. മത്സരിക്കുന്നയാൾക്ക് ബോധം വേണമല്ലോ, അതുകൊണ്ടാണ് മത്സരിക്കാനില്ലെന്ന് പറഞ്ഞതെന്നും നടി പറഞ്ഞു. LDFന്റെ PR-ന് വേണ്ടിയല്ല ഇത് പറയുന്നത്. കോവിഡ് സമയത്ത് കലാകാരന്മാർക്ക് സർക്കാർ നല്ല പിന്തുണയും നൽകിയിരുന്നുവെന്നും കൃഷ്ണപ്രഭ പറഞ്ഞു. ദയാവധത്തിന് വിധേയനായ പഞ്ചാബ് സ്വദേശി ഹരീഷ് റാണയുടെ അവയവങ്ങൾ ദാനം ചെയ്തു. കോർണിയയും ഹൃദയവാൽവുകളുമാണ് ദാനം ചെയ്തത്. നിഷ്ക്രിയ ദയാവധത്തിലൂടെ ഇന്നലെയാണ് ഹരീഷ് റാണ അന്തരിച്ചത്. സംസ്കാര ചടങ്ങുകൾ ഡൽഹിയിൽ പൂർത്തിയായി. കെട്ടിടത്തിൽ നിന്ന് വീണ് 13 വർഷമായി അബോധാവസ്ഥയിലായിരുന്ന ഹരീഷിന്റെ ദയാവധത്തിനായി മാതാപിതാക്കളാണ് കോടതിയെ സമീപിച്ചത്. പ്രമുഖ ബാലസാഹിത്യകാരനും ആകാശവാണിയിലെ സുപരിചിത ശബ്ദവുമായ
PI ശങ്കരനാരായണൻ അന്തരിച്ചു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശിയായ അദ്ദേഹം ദീർഘകാലമായി കൊച്ചിയിലായിരുന്നു താമസം. ഏലം സ്പൈസസ് ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.